ചേട്ടാ ഒരു 200 പെട്രോൾ. E20 ഈ എത്തനോൾ 20 പെട്രോള്, ഈ പെട്രോൾ അടിക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ മൈലേജ് കുറയുമെന്നും അപ്പോൾ നമ്മുടെ വണ്ടിക്ക് മെയിൻ്റെനൻസ് കൂടുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നമുക്കിതിൻ്റെ റിയാലിറ്റി ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ഇത് നമുക്കൊരു എഞ്ചിനീയർ പെർസ്പെക്റ്റീവ് കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. E20 പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 20% എത്തനോളും 80% പെട്രോളുമാണ്. എത്തനോളിൻ്റെ കലോറിഫിക് വാല്യൂ കുറവാണ്, സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ മൈലേജ് കുറയും. അതിനകത്ത് ഡൗട്ടൊന്നുമില്ല. പല ഡ്രൈവേഴ്സും പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് അധികം മൈലേജ് കുറയില്ലെന്നൊക്കെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ റിപ്പയർ കൂടുമെന്നുള്ളതാണ്. ഈ എത്തനോൾ എന്ന് പറയുന്നത് ഒരു വാട്ടർ ലവിങ് ഫ്യൂലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൽ നിന്നുള്ള ഈ വാട്ടർ കണ്ടൻറ്റൊക്കെ അത് അബ്സോർവ് ചെയ്യും. അത് മോയ്സ്ചറായിട്ട് നമ്മുടെ പെട്രോൾ ടാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അത് നമ്മുടെ ഫ്യൂവൽ പൈപ്പിലും അതല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്കറ്റിലൊക്കെ അടിഞ്ഞു കൂടും. അങ്ങനെ കൊറോഷനുള്ള സാധ്യതകൾ കൂടും. അത് സ്വാഭാവികമായിട്ട് റിപ്പയർ കൂട്ടും. ഈ 2023 ശേഷം വന്നിരിക്കുന്ന B6 വണ്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഇവർ എത്തനോൾ കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ അതിന് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എന്നാൽ അതിന് മുന്നേ വന്ന വണ്ടികളൊക്കെ ECU അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി റീകാലിബ്രേഷൻ നടത്തിയാൽ മാത്രമേ ഈ പ്രോപ്പറായിട്ടുള്ള ഫ്യൂവലിംഗ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂവൽ മിക്സിങ് നടക്കത്തുള്ളൂ. സോ അടുത്ത തവണ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ അവരോട് ചോദിക്കണം നിങ്ങളുടെ വണ്ടി കോമ്പാറ്റബിൾ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റീകാലിബ്രേഷൻ നടത്തണം എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.